മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സാമൂഹിക അടയാളങ്ങൾ, പ്രാപഞ്ചികമായിട്ടുള്ള അടയാളങ്ങൾ ഒക്കെ സംസാരിച്ചു, ശാസ്ത്രീയമായിട്ടുള്ള അടയാളങ്ങൾ. ഇപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് ശരിക്കും ഒരു പാഷൻ വീക്കിൻ്റെ ഒരു സമയമാണല്ലോ. അതുകൊണ്ട് ഈ ആഴ്ച കഴിഞ്ഞിട്ട് മറ്റേതിൻ്റെ തുടർമായിട്ടുള്ള ചിന്തകൾ നമ്മൾ ഷെയർ ചെയ്യാം. ഇന്ന് ഈ ദിവസങ്ങളിൽ, ഈ വരുന്ന 5-6 ദിവസങ്ങളിൽ കർത്താവിൻ്റെ മിഷൻ ഈ ലോകത്തിലെ ഏത് രീതിയിൽ നടത്തി എന്നുള്ളതും, കർത്താവ് കടന്നുപോയ ആ കഷ്ടപ്പാടുകളും അതിൻ്റെ ആ പ്രയാസങ്ങൾ, ആ ടെസ്റ്റുകൾ, അതെന്താണ് ആ ദുരിതങ്ങൾ, ആ പീഡനങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് ധ്യാനിക്കുകയും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വീക്കായിട്ട് നമ്മളിത് എടുക്കുകയാണ്. അതായത് നമ്മൾ എല്ലാ, പ്രത്യേകിച്ചും ക്രിസ്തീയ സമൂഹം മുഴുവനായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയമാണല്ലോ ഇത്. അതുകൊണ്ട് നമ്മൾ ഇത് തീർച്ചയായും നമുക്കെല്ലാം അത് പ്രയോജനപ്പെടും, അനുഗ്രഹമായി തീരും എന്ന് ചിന്തിക്കുന്നു. 10-15 മിനിറ്റ് സമയം കർത്താവിൻ്റെ പീഡനങ്ങളെക്കുറിച്ചും കർത്താവ് നമ്മളെ ഇവിടെ എന്താണ് കൽപ്പിച്ചതെന്നുള്ളതും ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയം നമുക്കിതൊക്കെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ചിന്തിക്കും. പ്രത്യേകിച്ച് ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രൊഫസി, അത് ഫുൾഫില്ലായ, കർത്താവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഫസീസ് ഫുൾഫില്ലായ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിന് ഹെഡിങ് നമ്മൾ ഇട്ടാൽ ഒരു സഫറിങ് സെർവൻറ്റ് എന്നുള്ള രീതിയിലൊരു ഹെഡിങ് നമുക്കിടാം. നമ്മൾ ഈ സഫറിങ് സെർവൻറ്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. ജനസിസ് തൊട്ട്, ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെ ഉള്ള പ്രവചനങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാത്തിലും കർത്താവിനെ കുറിച്ച് ഏകദേശം 300 പ്രോഫസീസ് യേശുവിനെ കുറിച്ച് ഉണ്ട്. ദ അനോയിൻറ്റഡ് വൺ, യേശു കർത്താവ് മശിഹയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും ഒക്കെ ആയിട്ടുള്ള ഒരു 300 പ്രവചനങ്ങൾ ഫുൾഫിൽ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കന്യകാ ജനനം നമുക്കറിയാം. കന്യകാ ജനനം, ബേത്ലഹേമിലുള്ള ജനനം, ദാവീദ് ഗോത്രത്തിൽ വരുന്നത്, അതുപോലെ പാപമില്ലാത്ത ജീവിതം, അനേകം ആളുകളുടെ പാപം ഏറ്റെടുത്ത കാര്യം, മനുഷ്യകുലത്തിന് വേണ്ടി പാപത്തിന് വേണ്ടി യാഗമായി തീരുന്നത്, അവനെ തള്ളിക്കളയുന്നത്, അവൻ്റെ കുരിശിലെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം തന്നെ അനേകം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്ന അനേകം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം വിവിധ പ്രൊഫസിയായിട്ട് തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മൾ പഴയ നിയമത്തിൽ ചിന്തിക്കുമ്പോൾ യെശയ്യാവ് 53 നമുക്ക് സഫറിങ് സെർവൻറ്റിൻ്റെ ഒരു വലിയൊരു പ്രവചനമായിട്ട് യെശയ്യാവ് പറയുന്ന കാര്യം നമുക്ക് കാണാം. അതിനകത്തെ വാക്യങ്ങൾ നമ്മൾ 1 തൊട്ട് തന്നെ നോക്കിയാൽ അതെല്ലാം തന്നെ നമുക്കെന്താ, യേശുക്രിസ്തുവിനെ കുറിച്ച് കറക്റ്റായിട്ട് പറയുന്ന വാക്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ക്ലിയറായിട്ട് അതിനകത്ത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഓരോ കാര്യങ്ങൾ. അല്ല, ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം, അത് നമുക്ക് ഇപ്രാവശ്യം ഇന്നത് ചെറിയ രീതിയിൽ ധ്യാനിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. യെശയ്യാവ് 53-ന്റെ 3-ാം വാക്യമാണ്. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ 2-3 വാക്യങ്ങളാണ് വായിച്ചത്. താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം 53-ാം അധ്യായത്തിലെല്ലാം അവനെ പീഡിപ്പിക്കുന്ന കാര്യം, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ, അവൻ പീഡനത്തിൽ അകപ്പെട്ട കാര്യം, അവന് ദണ്ഡനം വന്ന കാര്യം, ഇതെല്ലാം അതിനകത്ത് ഓരോ വാക്യങ്ങളായിട്ട് അകൃത്യയാഗമായിട്ട് തീർന്ന കാര്യം, ഇതെല്ലാം കറക്റ്റായിട്ട് അതിനകത്ത് നേരത്തെ എഴുതിയിട്ടുണ്ട് നമ്മൾ കാണും. അതുകൊണ്ട് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുള്ള പഴയ നിയമത്തിലെ ഒരു അധ്യായമാണ് യെശയ്യാവ് 53. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് സങ്കീർത്തനങ്ങളുണ്ട്.
22-ാം സങ്കീർത്തനം, 69-ാം സങ്കീർത്തനം, ഇങ്ങനെയൊക്കെയുള്ള സങ്കീർത്തനത്തിൽ ഒക്കെ നമുക്ക് കാണാം. ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സഫറിങ് സെർവൻറ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ മഹത്വം നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണ്? നമ്മളെ മഹത്വം എന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ ഇമേജ്, നമ്മുടെ ഈ ലോകത്തിലുള്ള നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ പ്രൈഡ്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആയിരിക്കുന്ന സിറ്റുവേഷൻ, നമ്മുടെ എക്കണോമിക് സിറ്റുവേഷൻ, നമ്മുടെ റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഒരു വലിയ ഗ്രേറ്റ്നെസ് ആയിട്ട് കാണുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ഗ്രേറ്റ്നെസ്സും കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെന്നാൽ അതിന് യാതൊരു വാല്യൂമില്ല എന്നുള്ളതാണ്. പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? അനുതാപത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹംബിൾ ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വീക്ക്നെസ്, നമ്മുടെ ഒരു വീക്ക്നെസ്സിലാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടത്. അതുപോലെ നമ്മൾ എവിടെ താഴ്ന്നു ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു അവിടെയാണ് ദൈവം എക്സോൾട്ട് ചെയ്യപ്പെടേണ്ടത്. അതുപോലെ നമ്മൾ ഷെയിമായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിൽ കൂടിയാണ് ദൈവം ഹോണർ കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ ജഡം ഒരു എക്സാമ്പിളാണ്. നമ്മുടെ ശരീരവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളും അതിൽ കൂടി ദൈവം പ്രവർത്തിച്ച് അത് മാനപാത്രങ്ങളാക്കി മാറ്റുന്നു, ഹോണറായിട്ട് മാറ്റുന്നു. നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് എക്സോൾട്ട് ചെയ്തായിട്ട് മാറ്റുന്നു. അതുപോലെ നമ്മൾ വീക്കായിരിക്കുമ്പോൾ, നമ്മൾ ക്ഷീണിതാവസ്ഥയിലിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ച് അത് ഗ്രേറ്റാക്കി തരുന്നു. അവിടേക്കാണ് ദൈവത്തിൻ്റെ മഹത്വം പലപ്പോഴും വെളിപ്പെടുന്നത്. നമ്മൾ ചില കാര്യങ്ങളെയൊക്കെ പ്ലാൻ ചെയ്ത് ചില പദ്ധതികളുമൊക്കെ ശരിയാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവമേ ഇതുപോലൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പലപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുകയില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഒരു മശിയായിട്ട് തന്നെ ഇസ്രായേൽ ജാതിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നത് ഹംബിളായി, അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട് അവനെ ഷെയിമാക്കപ്പെട്ട ഒരു സാഹചര്യം 53 അധ്യായത്തിൽ പറയുന്ന. എന്നാൽ യഹൂദജനം കാത്തിരുന്നത് അങ്ങനെയല്ല. വലിയൊരു സെപ്റ്റർ, ഒരു ചെങ്കോലുമായിട്ട് വന്ന് ഞങ്ങളെ ഭരിക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്തുള്ള സിറ്റുവേഷൻ അറിയാമല്ലോ, അവർ റോമൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. യഹൂദന്മാരുടെ മത സംഹിതകളുടെ കീഴിലാണെങ്കിലും റോമൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. വലിയൊരു ചുങ്കം റോമൻ ഗവൺമെൻറ് അവർ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ വന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരെ വിടുവിച്ച് അവൻ്റെ ഒരു രാജ്യം, വലിയൊരു രാജ്യം സ്ഥാപിക്കുമ്പോഴേ ആ രാജ്യത്തിലെ മഹാപുരോഹിതന്മാരും പ്രമാണിമാരും ഒക്കെ ആക്കി ഞങ്ങളെ വെക്കും എന്ന് സന്നദ്ധി സംഘത്തിലുള്ളവരും എല്ലാവരും ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യം. അവിടെയാണ് ഒരു സഫറിങ് സെർവൻ്റ് ഉദയം വന്നത്. അതാണ് ഈ 53 അധ്യായത്തിൽ കാണുന്ന വാക്യങ്ങൾ. ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ച വാക്യങ്ങൾ. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ പീഡിപ്പിക്കപ്പെട്ട ഒരു സെർവൻ്റ് ആയിട്ട് കാണുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം എടുത്താൽ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ, പത്രോസിന് എഴുതിയ ലേഖനത്തിലെ, ഇതിലെല്ലാം തന്നെ കാണുന്നത് സഫറിങ് സെർവൻറ്റിനെ കാണുന്നു. അനേകരുടെ പാപങ്ങളെ ചുമപ്പാനായിട്ട് വന്ന ക്രിസ്തു. പഴയ നിയമത്തിലെ നമുക്കറിയാം, മനുഷ്യരുടെ പാപത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് വിശുദ്ധ സ്ഥലത്ത് രക്തം തളിക്കും. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ രക്തം തളിക്കുന്നു. പാപത്തിൽ നിന്നുള്ളൊരു മോചനം, ബൈ ദ ബ്ലഡ്. അതൊരു ദൈവത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് അന്ന് പഴയ കാലത്ത് കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണാം. അത് മൃഗങ്ങളുടെ രക്തം ആയിരുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, സാധാരണ ജനങ്ങൾക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള യാഗങ്ങളായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പാപത്താലുള്ളൊരു വിമോചനം അത് പഴയ കാലം തൊട്ടേ ഉണ്ടായിരുന്നു, ആൻസിസ്ട്രലായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം. പാപത്താലുള്ളൊരു വിമോചനം, രക്തത്താലുള്ള വിമോചനം, ഈ പാപത്തിൽ നിന്നുള്ള വിമോചനം ഈ നാളുകളിലും ഉണ്ട്. പാപത്തിൽ നിന്നുള്ള വിമോചനം ദൈവം ഈ നാളുകളിലും നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നുണ്ട്. എന്നാൽ ആ പഴയ നിയമത്തിലുള്ള രക്തത്താലുള്ള വിടുതലല്ല ഇന്നുള്ള വിടുതൽ. ഇന്ന് ദൈവം നമുക്ക് അതിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ തന്ന്, പരിശുദ്ധാത്മാവാണ് നമ്മളെ സത്യത്തിലും നീതിയിലും നടത്തുന്നത്. എന്നാൽ അന്ന് പഴയ നിയമ സമയങ്ങളിലെ രക്തത്താലുള്ളൊരു വിടുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കാനായിട്ട് ഉതകുന്ന രക്തമായിരുന്നു. നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ രക്തം പാപരഹിതമായ രക്തം.
XY ക്രോമോസോമിൻ്റെ കാര്യമെല്ലാം സൂചിപ്പിച്ചാണ്. യേശു മറിയയുടെ ഗർഭത്തിലെ ശരിക്കും യേശുവിൻ്റെ രക്തവും മറിയയുടെ രക്തവും തമ്മിൽ ഇടകലർന്നില്ല എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം പാപമില്ലാത്ത രക്തമായിരുന്നു. ആ പാപമില്ലാത്ത രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മളെ വിടുവിക്കാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. അതിൽ കൂടി വിശ്വാസത്തിലൂടെയുള്ള വീണ്ടെടുപ്പ് നമുക്ക് തന്നു. ഇത് മുന്നമേ ദൈവം യുഗായുഗങ്ങൾക്ക് മുമ്പേ അനാദിയായി ഇതെല്ലാം കണ്ടിരുന്നതാണ്. ദൈവം കാലങ്ങൾക്ക് അതീതമാണല്ലോ. ദൈവം ഇത് മുമ്പേ കണ്ടിരുന്നു, അത് നമുക്ക് ഒരുക്കി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ദൈവം തന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് തന്നതെന്ന് ചോദിച്ചാൽ, സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശു അതുകൊണ്ട് എന്ത് ചെയ്തു? തന്നെത്താനെ താഴ്ത്തി കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങത്തക്ക രീതിയിൽ അവനെ ഉയർത്തി സകലത്തിനും മേലാക്കി വെച്ചു എന്ന് മനസ്സിലാക്കുക. നമുക്ക് കഴിവ് പ്രദർശിപ്പിക്കാനാണെങ്കിൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല. പലപ്പോഴും നമ്മളെല്ലാവരും പല കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ വീക്കാണ്. വീക്ക്നെസ്സിൽ കൂടിയാണ് പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത്. മോശ എന്തായിരുന്നു? മോശ വീക്കായിരുന്നു. അവന് സംസാരിക്കാനുള്ള കഴിവില്ലായിരുന്നു. അവനെ ദൈവം ഉപയോഗിച്ചതായി കാണുന്നു. ഗിദെയോനെ സംബന്ധിച്ചിടത്തോളം എടുത്തു നോക്ക്. ഏറ്റവും താഴെയുള്ള കുലം, അവനെ ദൈവം ശത്രുവിനെ വെടിവെപ്പാനായിട്ട് എടുത്ത് ഉപയോഗിച്ചതായിട്ട് കാണുന്നു. യെരമ്യാ പ്രവാചകൻ ഒരു ടീനേജിലെ അവനെ ഒരു വലിയ പ്രവാചകനാക്കി. അവന് വലിയ കഴിവൊന്നുമില്ലായിരുന്നു, ദൈവം അവനെ ഒരു പ്രവാചകനാക്കി. ഈ ജീസസ് കമ്മ്യൂണിറ്റിയിലെ കർത്താവിൻ്റെ കമ്മ്യൂണിറ്റി, ജീസസ് ആൻഡ് ഡിസൈപ്പിള് തിരഞ്ഞെടുത്തവരൊക്കെ തന്നെ കർത്താവ് വന്ന് തിരഞ്ഞെടുത്തവരും ഒക്കെ വലിയ കഴിവുള്ളവരൊന്നുമല്ല, മുക്കുവന്മാരെയാണ് എടുത്തത്. എന്തിനാണിത് പറഞ്ഞു വെച്ചാൽ, താഴ്മ ധരിച്ചുകൊണ്ട് ഒരു സെർവൻ്റായിട്ട്, ഒരു സഫറിങ് സെർവൻ്റായി തീർന്ന കർത്താവ്, അത് പറയാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ നാളുകളിലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ താഴ്മ ധരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. എങ്കിലേ ദൈവത്തിൻ്റെ ദൗത്യം നമ്മൾ കൂടി ചെയ്യാനായിട്ട് സാധ്യമാവുള്ളൂ. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ 1:21, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഷീപ്പ് ടു സ്ലോട്ടർ. He was led like a sheep for slaughtering. അവനെ ഒരു കുഞ്ഞാടിനെ പോലെ, യെശയ്യാവ് 53:7 കൊല്ലുവാൻ കൊണ്ടു പോകുന്ന കുഞ്ഞാടിനെ പോലെ. അങ്ങനെയുള്ളൊരു ഒരു രീതിയിലായിരുന്നു യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയപ്പോൾ. കൊല്ലുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ. പ്രതിരോധമൊന്നുമില്ല. യെശയ്യാവ് 53:6 നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു എന്ന് പറയുന്നു. അവന് യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ലെയ്ഡ് ഓൺ ഹിം ദ ഇനിക്വിറ്റി ഓഫ് ഓൾ. എല്ലാവരുടെയും അകൃത്യം, നമ്മൾ ആടുകളെ പോലെ തെറ്റിപ്പോയ നമ്മുടെ അകൃത്യമൊക്കെയും കർത്താവിൻ്റെ മേൽ ചുമത്തി. 8 പറയുന്നത് ട്രാൻസ്ഗ്രെഷൻ ഓഫ് മൈ പീപ്പിൾ. ട്രാൻസ്ഗ്രെഷൻ ഓഫ് മൈ പീപ്പിൾ. ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നാണ് 8 പറയുന്നത്. 11 പറയുന്നത് അവൻ അനേകം ആളുകളെ നീതീകരിക്കുന്നു എന്നുള്ള, തൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് അനേകം ആളുകളെ നീതീകരിക്കുന്നു, അവരുടെ അകൃത്യങ്ങൾ അവൻ വഹിക്കും എന്ന് പറയുന്നു. 12 പറയുന്നത് അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് അതിക്രമക്കാരോട് എണ്ണപ്പെടുകയാൽ തന്നെ. ഒരു യേശു ഒരു സഫർ ചെയ്തത് ഈ രീതിയിലായിരുന്നു എന്ന് യെശയ്യാവ് 53 പറയുന്നു. സ്വയമായി തൻ്റെ ജീവിതം കൊടുക്കുക, സ്വയമായി തൻ്റെ ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പുതിയ നിയമത്തിലെ ഒരു ബ്ലഡ് കവനൻ്റാണ്. നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മൾ പറയാം, ഹി വാസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അവർ സിൻ. നമ്മുടെ പാപം നമ്മൾ ഏറ്റെടുക്കേണ്ട കുറ്റത്തിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിരുന്നു. നമുക്കറിയാം, പാളയത്തിന് പുറത്ത് ലേവ്യ പുസ്തകം 16:21-22 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അഹരോൻ രക്തം ഒരാടിനെ ബലി കഴിക്കുന്നുണ്ട്, ഒരാടിൻ്റെ ദേഹത്ത് രക്തം തേച്ചിട്ട്, നെറ്റിയിൽ തേച്ചിട്ട് അതിനെ പാളയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി വിടുന്നതായിട്ട് കാണുന്നുണ്ട്. മരുഭൂമിയിൽ കൂടി
അത് ചുമന്നുകൊണ്ട് പോകുന്നു. ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ലേവ്യപുസ്തകം 16:21 മുതലുള്ള വാക്യം: ജീവനോടിരിക്കുന്ന കോലാട്ടുകുട്ടിയുടെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുടെമായ ലംഘനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കോലാട്ടുകുട്ടിയുടെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ആ ആളുകളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: കോലാട്ടുകുട്ടൻ അവരുടെ കുറ്റങ്ങളൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം. അവർ കോലാട്ടുകുട്ടനെ മരുഭൂമിയിൽ വിടണം. ഇങ്ങനെ കർത്താവ് പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചു എന്ന് എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്നു. നമുക്ക് വേണ്ടി അവനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായി തീർന്നു. നമ്മൾ എടുക്കേണ്ട പാപം അവൻ ചുമന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം അവനെ സകലത്തിനും മേലായി ഉയർത്തി എന്ന് കാണുന്നു. കർത്താവ് ക്രൂശുമരണം ഏറ്റെടുത്തത് നിങ്ങളുടെയും എൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മളെ നീതീകരിക്കാനായിട്ട്. ഇറ്റ്സ് എ ഡിക്ലെയറിങ് റൈച്ചസ്, നമ്മളെ നീതിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന, അതിനാണ് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന നീതീകരണം. അതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പാപം കർത്താവ് ഏറ്റെടുക്കുമ്പോഴേ പാപത്തിൽ നിന്നുള്ള ശക്തി കർത്താവിൽ കൂടി ഇല്ലാതെയായി തീരുകയാണ്. ഒന്നുകൂടെ ഞാനത് പറയാം. നമ്മുടെ പാപം കർത്താവ് ഏറ്റെടുക്കുന്നതിൽ കൂടി നമ്മുടെ ശിക്ഷ ഇല്ലാതെയായിത്തീരുന്നു. പാപത്തിൻ്റെ മേലുള്ള ശക്തിയും ഇല്ലാതെയായിത്തീരുന്നു. അതുകൊണ്ടാണ് കുരിശിന് വലിയൊരു പ്രാധാന്യം ഈ ദിവസങ്ങളിൽ വരുന്നത്. അതുകൊണ്ടാണ് ദ പവർ ഓഫ് ക്രോസ് ഓഫ് ജീസസ് ടു മേക്ക് എസ് റൈച്ചസ്, നമ്മളെ നീതിയിലേക്ക് നയിക്കാനായിട്ട് ആ കുരിശിൻ്റെ ശക്തിക്ക് കഴിയുന്നു എന്നുള്ളത്. അവിടെയാണ് ഒരു ഡിവൈൻ ഹീലിംഗ് വരുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഡിവൈൻ ഹീലിംഗ് വരുന്നത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ ഇവിടെയും പറയുന്നുണ്ട്, അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും കുരിശിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്ന സമയങ്ങളിൽ ഇത് തീർച്ചയായും നമ്മളെ സഹായിക്കും, നമ്മളെ ബലപ്പെടുത്തും. കർത്താവിൻ്റെ കുരിശ് മരണം നമ്മൾക്ക് വീണ്ടെടുപ്പ് മാത്രമല്ല തരുന്നത്, നമുക്ക് ശക്തിയും രൂപാന്തരവും അതുപോലെ നമുക്ക് വിശുദ്ധ ജീവിതവും നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാവുന്നു എന്ന് നമ്മൾ മറന്നുപോയി. ഒരേ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, നമ്മളതിൽ വിശ്വസിക്കണം. 2000 വർഷത്തിന് മുമ്പ് മരിച്ച് കർത്താവ് കുരിശിൽ മരിച്ചു. വാട്ട് ഈസ് റെലവൻറ്റ് ഫോർ അസ്? നമുക്കെന്താ ഇതിന് വലിയ കാര്യം എന്ന് നമ്മൾ ചോദിച്ചേക്കും. ഈ 2000 വർഷത്തിന് മുമ്പ് കർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അത് എനിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ, ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമായി തീരുകയാണ്. ദ പവർ ഓഫ് ക്രോസ്, ദാറ്റ് ഈസ് ആ കർത്താവിൻ്റെ കുരിശിൻ്റെ ശക്തി, അത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നതിൻ്റെ പടിയായി തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കിതിനെ കുരിശിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാം. ഈ വരുന്ന ദിവസങ്ങളിൽ, നാളെയും മറ്റന്നാളുമുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കുരിശിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവ് ഏത് രീതിയിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, എന്താക്കി നമ്മളെ മാറ്റി എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇത് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിത്തീരും. ഈ മെറ്റനോയ മിനിസ്ട്രീസ് എന്ന് പറയുന്നത് തന്നെ ഹൃദയത്തിൻ്റെ രൂപാന്തരമാണല്ലോ. ഈ ഹൃദയത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ആദ്യത്തെ പടിയാണ് കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളത്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഈ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഈ ആഴ്ചകളിലുള്ള ധ്യാനത്തിൽ ദൈവം നമ്മളെ അതിലേക്ക് സഹായിക്കട്ടെ, നടത്തട്ടെ എന്ന് ഞാൻ പറയുകയാണ്. തീർച്ചയായും ദൈവം നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ ബലമാണ്, കോട്ടയാണ് എന്നെല്ലാം നമുക്കറിയാം. എന്നാൽ ഇത് ഏത് രീതിയിലാണ് നമുക്ക് ഈ വിക്ടറി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നുള്ള ആ ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. തീർച്ചയായും ഇത് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തുടർന്നും ഈ ക്രോസിനെ കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മളെ പ്രൊഫസിയെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇനിയും നമ്മൾ അതിനോട് ചേർന്ന് ഈ ക്രോസിൽ ഉള്ള പവറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും ഈ പാഷൻ വീക്കിലെ ചിന്തകൾ, നിൻ്റെ കുരിശിനെക്കുറിച്ച് ധ്യാനിക്കുന്ന ചിന്തകൾ
നിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയങ്ങൾ ഒക്കെ കർത്താവെ ഞങ്ങൾ കൂടുതൽ ഹമ്പിളാകുവാനായിട്ട്, നിൻ്റെ കുരിശുമരണത്തോടെ ഏകീഭവിക്കാനായിട്ട്, താതാത്മ്യപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ കർത്താവെ നീ ഞങ്ങളെ ശക്തീകരിക്കാനും ബലപ്പെടുത്താനുമാണ്, ഞങ്ങളെ ഉറപ്പിക്കാനാണ്, കർത്താവിലെ ആ വലിയ സ്നേഹത്തിൽ ഞങ്ങളെ ഉറപ്പിക്കാനാണ് എന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ആരൊക്കെയോ ഇത് കാണുന്നുണ്ട്. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ഭാഗം കർത്താവെ, അത് ഞങ്ങളിത് ചിന്തിച്ചില്ലല്ലോ, തുടർന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ഭാഗമാണ്. ദൈവമേ, അതിലെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു വലിയ വിധങ്ങളെ ഞങ്ങൾ ഓർക്കുകയും ദൈവം നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ തരുണത്തിൽ ചോദിക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ച് ഉള്ളിലെ കർത്താവെ ഇൻറ്റസ്റ്റിനിലെ പ്രയാസമായിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിക്കുന്നു, അത് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിലൊക്കെ ഓപ്പറേഷന് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുകയാണ്. ദൈവമേ, നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു റിലീസ് യേശുവിൻ്റെ നാമത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ശക്തീകരിക്കുകയും വിടുവിക്കുകയും കർത്താവെ നിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളാലെ തൊട്ട് സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇൻഡസ്ട്രിയിലുള്ള ഗ്രോത്തൊക്കെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാർസിനോജസ് ആയിട്ടുള്ള ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർത്താവെ ആ രോഗങ്ങളൊക്കെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കീമോ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന അതെല്ലാം ഇല്ലാതെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിവറുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസറായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് കർത്താവെ അപൂർണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നീ കൽപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലിവർ ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിന് നീര് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ചില ആളുകളെ ദൈവം ഇന്ന് വിടുവിക്കുന്നു. വിശ്വാസത്തോട് നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമോ, ഇന്ന് ആ വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഹല്ലേലൂയ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ഏറ്റെടുത്തവർക്ക് ആ സൗഖ്യം കൊടുത്തവർക്ക് സ്തോത്രം. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഇന്നത്തെ ആ ഒരു പോർഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. നാളെ അത് തന്നെ പറയുന്നതിൻ്റെ ബാക്കി. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.